സമയം എടുക്കുമല്ലേ? എടുക്കും. സഹായം വേണോ? സഹായം വേണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം പേത്രത്ത സ്പെഷ്യൽ പിടിയും കോഴിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം പിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ ഒഴിച്ച് കുഴയ്ക്കാനുള്ള വെള്ളം റെഡിയാക്കണം. നമ്മളതിനകത്ത് അതിന് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് വെള്ളം. ഓക്കെ. അപ്പോൾ വെള്ളം പതുക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ച് ചുവന്നുള്ളി, വെളുത്തുള്ളി, ജീരകം ചേർക്കാം. ഇത് നന്നായിട്ട് തിളപ്പിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം. ഇനി പൊടി കുഴയ്ക്കാൻ പോവാണ്. പൊടി കുഴയ്ക്കാനായിട്ട് 2 ഗ്ലാസ് അപ്പപ്പൊടി, 1 ഗ്ലാസ് പുട്ടുപൊടിയാണ് എടുക്കുന്നത്. അതിൽ 2 ഗ്ലാസ് അപ്പപ്പൊടി ഇതിലേക്ക് ചേർക്കാം. 1 ഗ്ലാസ് പുട്ടുപൊടി കൂടി ചേർത്ത് കൊടുത്തു. പൊടിയിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള തിളച്ച വെള്ളം ഒഴിച്ച് കുഴയ്ക്കാൻ വേണ്ട. ചൂടായതുകൊണ്ടാണ് കേട്ടോ ഈ തവി ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് കൈവച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളം തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. കുഴച്ച് കൊടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. ഒറ്റടിക്ക് വെള്ളം ഒഴിച്ചിട്ട് ചൂട് പോയി ആറി തുടങ്ങി നമ്മൾ കൈ കൊണ്ട് പോയി കുഴച്ച് കൊടുക്കുക. ആറിയിട്ടില്ലല്ലേ ചൂട്? അതല്ല, പയ്യെ കുഴച്ച. അപ്പോൾ കുഴക്കുന്ന പൊടിയിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പം അത്യാവശ്യം നല്ല മർദ്ദമായുണ്ടല്ലേ? ഒഴിച്ചൊരു പരിവായി. ഇനി നമുക്ക് ഉണ്ട പിടിച്ചു തുടങ്ങാം. ആവശ്യത്തിനെടുത്തിട്ട് ചെറിയ ചെറിയ ഉണ്ടകളാക്കി എടുത്താക്കാം. ചെറിയ ചെറിയ ബോളുകൾ. എന്താ സ്പീഡ് അതാ മനസ്സിലാവണല്ലോ എന്ത് സ്പീഡിലാണ് പോകണം. ഇതുപോലത്തെ ചെറിയ ചെറിയ ബോളുകളാക്കി വയ്ക്കാം. ഉണ്ട ഉരുട്ടുന്ന കൊണ്ടാട്ടി ഇരുന്ന് ഉണ്ട ഉരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. സമയം എടുക്കുമല്ലേ? എടുക്കും. സഹായം വേണോ? സഹായം വേണം. ആണോ? എന്നാൽ ഞാൻ സഹായിക്കാം. അങ്ങനെ ഫൈനൽ സ്റ്റേജിലേക്ക് ഉണ്ട ഉരുട്ടൽ കഴിഞ്ഞു. ഇനി നമുക്ക് വേവിക്കാനുള്ള പരിപാടി നോക്കാം. വെള്ളം തിളച്ചു. അതോട് മണിയടിക്കണ്ട. വെള്ളം തിളച്ചു. ഓരോന്നേരം ഇട്ട് കൊടുക്കുക. പിടി വെന്ത് വരണ്ട്. നമുക്ക് അടി പിടിച്ചോണ്ട് നോക്കാം. അടിയിലൊന്നും പിടിച്ചിട്ടില്ല, പൊടിഞ്ഞിട്ടില്ല. പെർഫെക്റ്റ്. കുഴക്കിലും പെർഫെക്റ്റ് ഉണ്ട്. ഒന്നും പൊട്ടിയിട്ടില്ലല്ലേ? സംഭവം അങ്ങനെ കുറി കണ്ടിട്ടാ. തീയും ചെറുതായിട്ട് കുറച്ച് വെച്ചു, സിമ്മിലിട്ടു. ഇനി കുറച്ച് തേങ്ങാപ്പാൽ അടി കൊടുക്കാം. ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാപ്പാലും കൂടി 1/4 പാല് ആഡ് ചെയ്യണം. ചിക്കൻ കറിക്കുള്ള മസാല വറക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പൊടികൾ ഒരു ചീനച്ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കാശ്മീരി പൊടി, പിന്നെ ആവശ്യത്തിന് ചിക്കൻ മസാല. അപ്പോൾ പിടി പിടിക്കാനുള്ള കോഴിക്കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. നാടൻ കോഴീനെ അമ്മച്ചി തരാത്ത കാരണം കൊണ്ട്
ബ്രോയിലർ കോഴി കൊണ്ട് നാടൻ കോഴിക്കറി. ചട്ടി ചൂടായി, വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി. ആദ്യം നമുക്ക് പച്ചമുളക്, ആവശ്യത്തിനുള്ള പച്ചമുളക് അരിഞ്ഞിടാം. അയ്യോ പൊട്ടണ്. അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അത് നാടൻ കരിവേപ്പില. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഇത് ഏതാണ്ട് മൂത്തുറങ്ങിട്ട് കൂടി സവാള ഇട്ടാം. സവോള ഒന്ന് വാടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിനുള്ളൊരു കുറച്ച് മഞ്ഞൾപ്പൊടി. സവാള നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമ്മൾ മസാല ഇപ്പം ചേർക്കൂല കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വഴറ്റി നമ്മുടെ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കഴുകി വെച്ച് ചിക്കൻ ചേർക്കാം. മസാലപ്പൊടി നമ്മളിപ്പോൾ ചേർക്കുന്നില്ല, അത് ചിക്കൻ ഇട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം മാത്രമേ ചേർക്കുന്നുള്ളൂ. കാരണം ഓൾറെഡി നമ്മൾ മസാല നന്നായിട്ട് വറുത്ത് വെച്ചേക്കുന്നതാണ് ചിക്കൻ ഇട്ടാ. തക്കാളി ഇല്ലാത്ത ചിക്കൻ്റെ. അതെ, തക്കാളി ഇടാതെ ചിക്കൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നമ്മൾ പതുക്കെ വറുത്ത് വെച്ചേക്കുന്ന മസാല ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാം. കോഴിയിൽ വലിയ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വറുത്തരച്ച ചിക്കൻ കറി. ഞങ്ങൾ വറുത്തരച്ച ചിക്കൻ കറി ട്രൈ ചെയ്ത് കുറവല്ലേ നമ്മൾ. വറുത്തരച്ചതെന്ന് പറഞ്ഞാൽ തേങ്ങ വറുത്തരച്ചതല്ല കേട്ടോ, മസാല വറുത്തരച്ചത്. ഇത് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഇത് വേറെ രീതിയിൽ വറുത്തരച്ച ചിക്കൻ കറി എന്ന് പറയാം. ആവശ്യത്തിനുള്ള രണ്ടാം പാല് ചേർത്തുള്ളൂ. ഇനി ഒന്നാം പാല്, തലപ്പാല് ചേർത്തു. ഈ സംഭവം ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പൊ തക്കാളി ഏതാണ്ട് പുളിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കും. നാട് വിട്ട് പോകാന്നൊക്കെ പറയേണ്ടിരുന്നാണോ? ചിക്കൻ കറി എന്തെങ്കിലും നാട് വിട്ട് പോകാൻ. കറി ഒഴിക്കും. കറി എങ്ങനെയുണ്ടാക്കി? നല്ലതാ. എല്ലി തിന്നട്ടാ രക്ഷ. ഏത് തന്നാ മതിന്നേ? പിടി മൂന്നാലെണ്ണം കഴിച്ചിരിക്കണ. അതെ, എല്ല് തൊണ്ട കുടുങ്ങും. കടിച്ചിരുന്നു കേട്ടോ.